ഹായ് ഗൈസ്, മഴ തോരും മുമ്പേ പ്രമോയിലേക്ക് സ്വാഗതം. അങ്ങനെ ശിവനും രാജീവനും ഒക്കെ നാട്ടിലെത്തി ചർച്ചകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ശിവൻ ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്. അന്നേരം ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങോട്ട് പോകുന്നത്, ഇവിടെ വല്ല പ്രശ്നമുണ്ടോ എന്ന്. അതിന് ശിവൻ പറയുന്നത്, ഞാൻ വൈജയന്തിയെ വിളിച്ചിരുന്നു, അവൾ പറഞ്ഞത് കടപ്പാട്ടൂരാണ് പ്രശ്നമെന്നാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞത്, ഇവിടെ വന്ന് ആ പ്രശ്നം തീർക്കാനാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാകും എന്ന്. അതിനുശേഷം വൈജയന്തി അലീനയോട് പറയുന്നുണ്ട്, നീ കളിച്ചതേ വൈജയന്തിയോടാണ്, അത് നീ മറന്നുപോയി. നാളെ എൻ്റെ ആങ്ങളമാരും ബന്ധുക്കളും ഒക്കെ വരുന്നുണ്ട്, അവർ വന്നാൽ നിന്നെ വലിച്ചിഴച്ചു പുറത്തു കളയും, നീ നോക്കിക്കോ എന്ന്. ഇത് കേൾക്കുമ്പോൾ കൃഷ്ണമോൾക്ക് സങ്കടം വരുന്നുണ്ട്. അലീന എന്തിനും തയ്യാറെന്ന മട്ടിലാണ് നിൽക്കുന്നത്. അതിനുശേഷം ഇത് കേട്ടതും ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ ബബിതയും രോഹിത്തും. ഇതപ്പം തന്നെ അലീന രേവതിക്കുട്ടിയെ വിളിച്ചറിയിക്കുന്നുണ്ട്. അന്നേരം രേവതിക്കുട്ടിയും വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്, അവർ എല്ലാവരും കൂടെ വന്ന് സാറിനെ തല്ലുമോ, ചേച്ചിക്ക് വല്ല പ്രശ്നം ഉണ്ടാകുമോ എന്ന്. അലീന ഈ വിഷയം ബാലചന്ദ്രനെയും അറിയിക്കുന്നുണ്ട്. നിന്നെ ഇവിടുന്ന് തുരത്തുക എന്നതാണ് മെയിൻ ഉദ്ദേശം. അത് കേൾക്കുമ്പോൾ അലീനയ്ക്കും ചെറിയ ഒരു ടെൻഷനുണ്ട്. നേരം വെളുത്തു, എല്ലാവരും കച്ച കെട്ടി പുറപ്പെടുന്നതിന് മുമ്പ് ശിവൻ വീണ്ടും ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, അവിടെ വന്നതിന് ശേഷം അലീനയെ പുറത്താക്കിയിട്ടേ ഇനി തിരിച്ചു വരുമെന്ന്. ഏതായാലും ബാലചന്ദ്രനും ഒരുങ്ങി തന്നെയാണ്. ഇനിയൊരു അംഗത്തിനും ബാല്യമുണ്ട് എന്നതുപോലെയാണ് ബാലചന്ദ്രൻ്റെ ഇരിപ്പ്. ഇതാണ് പ്രമോ. അടുത്ത ഒരു എപ്പിസോഡ് ഭയങ്കര രസമുള്ള പ്രമോവും എപ്പിസോഡുകളും ഒക്കെ ആയിരിക്കും. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മഴ തോരും മുമ്പേ ഇഷ്ടമുള്ള എല്ലാ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നു. അടുത്ത ഒരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.